നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 24-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 12-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. ഉദയ നക്ഷത്രം വന്നിരിക്കുന്ന പൂരാടമാണ്. പൂരാട നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ് പൂരാടം. അന്ന് ശുഭദിവസമാണ് തിങ്കളാഴ്ച. ഈ ആഴ്ചയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ ദിവസം കൊടുത്തിരിക്കുകയാണ്. 7 ദിവസമുണ്ട്. ശരിക്ക് നവഗ്രഹങ്ങളുണ്ടെങ്കിൽ രാഹുകേതുക്കൾക്ക് ദിവസങ്ങളില്ല. മറ്റ് 7 ഗ്രഹങ്ങൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. ഈ ഗ്രഹങ്ങളെ വച്ചിട്ടാണ് ശരിക്ക് ആഴ്ച കണ്ടുപിടിച്ചത്. ഗ്രഹങ്ങളില്ലായിരുന്നെങ്കിൽ ആഴ്ച ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച, അതായത് മൺഡേ, അപ്പോൾ മൂണിൻ്റെ ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം ചന്ദ്രന് പ്രാധാന്യമുള്ള ദിവസമാണ്. അപ്പോൾ ഈ ചന്ദ്രന് പ്രാധാന്യമുള്ള ദിവസം ശുഭനക്ഷത്രവും കൂടി ആയിരിക്കണം. നക്ഷത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്, സ്വാധീനമുണ്ട്. ഇവർ തമ്മിൽ ക്ലാഷ് ആവരുത്. അപ്പോൾ നല്ല നക്ഷത്രവും നല്ല ദിവസവുമായിട്ട് വന്നിരിക്കുന്ന ഈ ദിവസം നമ്മളുടെ ആഴ്ച ആരംഭവുമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓരോ ശുഭകാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് വിജയത്തിലേക്ക് വരുമെന്നുള്ളതിന് സംശയം വേണ്ട. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇന്നത്തെ ദിവസത്തെ മാക്സിമം വിനിയോഗിക്കണം. എല്ലാ കാര്യത്തിനും ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കുമെങ്കിൽ പിന്നെ ഇറങ്ങുന്നതല്ലേ നല്ലത്. നാളത്തേക്ക് മാറ്റിവെച്ച് അടുത്ത ചീത്ത സമയം വരുന്നവരെ എന്തിനാണ് നോക്കിക്കൊണ്ടിരിക്കണേ? അതുപോലെ കുംഭമാസത്തിലെ പൂരാട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശരിക്ക് നിങ്ങൾക്ക് കുറേ ഭാഗ്യദായകമായ അവസ്ഥകൾ ഈ വർഷത്തിൽ വന്നു ചേരും. കാരണം വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ധൈര്യമായി വീട് പണി തുടങ്ങിക്കൊള്ളണം, വിജയിക്കും. വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നടക്കും. വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊള്ളാം. അല്ലെങ്കിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമാണ്. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. വിദേശ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. അല്ല, മൈഗ്രേറ്റ് ചെയ്ത് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമാണ്. വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് സന്തോഷപ്രദമായ അവസ്ഥകളുണ്ടാവും. അതുപോലെ തന്നെ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല അവസ്ഥകൾ വന്നു ചേരും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു പോസിറ്റീവ് വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നു എന്നറിയുക. അപ്പോൾ നമ്മൾ ആ ഒരു വർഷത്തെ മാക്സിമം വിനിയോഗിക്കണം. മറ്റത് ഒരു ദിവസത്തെ ഫലം പറയുമ്പോൾ, ഇന്നത്തെ ഫലം പറയുമ്പോൾ ഇന്നൊരു ദിവസം നമുക്കില്ലെങ്കിൽ ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ നല്ല സമയം വരും. പക്ഷെ നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. ഒരു വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരമായി കണ്ടാൽ നമ്മളെ ശരിക്ക് ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗം തീർന്നു പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലം, രാഹു എന്ന് പറഞ്ഞാൽ അതാണ് സർപ്പമാണ്. അപ്പോൾ രാഹു ഉണർന്നിരിക്കുന്ന സമയമുണ്ട്. രാഹു ഇങ്ങനെ പ്രപഞ്ചത്തിൽ ചില ഗ്രഹങ്ങൾക്ക് ആ സമയത്ത് ഉണർന്നിരിക്കും. ആ ഉണർന്നിരിക്കുന്ന സമയമാണ് രാഹുകാല സമയം എന്ന് പറയണേ. 1.5 മണിക്കൂറേ പകൽ ഉണർന്നിരിക്കുകയുള്ളൂ. ഈ സമയം നമ്മൾ കലണ്ടറിൽ കോമൺ ആയിട്ട് രേഖപ്പെടുത്തും. 7:30 മണി മുതൽ 9 മണി വരെ രാഹുകാലം. 7:30 മണിക്ക് ഒന്നുമല്ല രാഹുകാലം തുടങ്ങുന്നത്. രാഹുകാല സമയം വരുന്നത് 8:13 തൊട്ടേ രാഹുകാലം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ശരിക്ക് 43 മിനിറ്റ് കഴിഞ്ഞിട്ടേ തുടങ്ങുകയുള്ളൂ. 9 മണിക്ക് തീർന്നു എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങരുത്. 9:41 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാലത്തിന് മുമ്പോ രാഹുകാലത്തിന് ശേഷമോ ശുഭകാര്യത്തിന് വേണ്ടി ഇറങ്ങണം. അതുപോലെ ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്തൊരു സമയമാണെന്ന്, നല്ല ദിവസമാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഇപ്പോൾ ഗുളികകാല സമയം വരുന്നത് 2:06 തൊട്ട് 3:33 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 11:09 തൊട്ട് 12:39 വരെയും. ഈ സമയം നമ്മൾ
അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ്. ഈ സമയത്തിൽ നമ്മൾ കൈവയ്ക്കരുത്. ഈ സമയത്ത് ഡോക്യുമെൻറ്റേഷൻ ആവട്ടെ, മറ്റേതെങ്കിലും മീറ്റിംഗ് ആവട്ടെ, സുപ്രധാനമായ കാര്യങ്ങളിൽ കൊണ്ട് വയ്ക്കരുത്. ബൈ ചാൻസ് അങ്ങനെ ഒരു മീറ്റിങ്ങിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നാലും വളരെ ശ്രദ്ധിച്ചായിരിക്കണം നമ്മളെ ഭാഗത്തുനിന്ന് ഓരോ വാക്കുകൾ തന്നെ വരേണ്ടത്. അതുപോലെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12 മണി 14 മിനിറ്റ് തൊട്ട് 1 മണി 2 മിനിറ്റ് വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. എന്ത് ദോഷമുണ്ടെങ്കിലും മാറ്റാൻ ശക്തിയുള്ള സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. അതുപോലെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കയറ്റും. കാരണം പ്രപഞ്ചത്തിൽ ആ ഗ്രഹത്തിന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ദിവസമാണ് ആ ദിവസം. അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ സ്വാധീനമാണ് ആ ദിവസം ഉള്ളത്. ആ സ്വാധീനത്തിൽ നിന്ന് അവിടെ നമ്മളിപ്പോൾ കൊണ്ട് ആ ഗ്രഹത്തിൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വലിച്ചെടുക്കാൻ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട്. അത് നമ്മളിലേക്ക് എത്തിക്കുന്നതിലാണ് നമ്മളെ മിടുക്ക്. എല്ലാ ദൈവീയ ചൈതന്യവും, എല്ലാ സമ്പത്തും, എല്ലാ സൗഭാഗ്യവും, എല്ലാ നെഗറ്റീവും നമ്മളെ പ്രപഞ്ചത്തിലുണ്ട്. ഇത് ഓരോരുത്തരും എങ്ങനെ എടുക്കുന്നു എന്നതനുസരിച്ചിട്ടാണ് അവർ ആക്ട് ചെയ്യാൻ പറ്റുന്നത്. പോസിറ്റീവ് കാര്യം വന്നാൽ സാമ്പത്തികമായിട്ട് അവർ ചിലപ്പോൾ വരും. അപ്പോൾ എന്തായാലും അത് നമ്മളിലേക്ക് കയറാൻ വേണ്ടി വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ ശരിക്കും പേളിൻ്റെ കളറിലുള്ളതോ വൈറ്റ് മിക്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള കളർ വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ ബൈ ചാൻസ് നമുക്ക് വസ്ത്രധാരണത്തിൽ അങ്ങനെ ശുഭ്രവസ്ത്രമൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയെന്നിരിക്കില്ല. ചിലപ്പോൾ ചില ജോലിയുടെ ഭാഗമായിട്ട് അങ്ങനെ വരികയാണെങ്കിൽ ഒരു കർച്ചീപ്പ്, വൈറ്റ് കളറിലെ ഒരു കർച്ചീപ്പ് കയ്യിൽ കരുതുക. ഇടയ്ക്കിടത്ത് മുഖം തുടയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ പോസിറ്റീവ് എനർജി പെട്ടെന്ന് വൈറ്റ് വലിച്ചെടുത്ത് നമ്മളിലേക്ക് ആഗിരണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും അല്ലാതെ ഉള്ളവർക്കും എല്ലാവർക്കും ഒരു നല്ല ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.